അപ്പച്ചി അപ്പച്ചി തുടങ്ങി എന്തോടി എന്തോന്ന് സ്പെഷ്യൽ എന്തോ കണ്ടില്ലേ? ക്യാരറ്റ് മെഴുക്കുരട്ടി. ക്യാരറ്റ് മെഴുക്കുവരട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ചോറുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ലേ? ചോറും ക്യാരറ്റ് മെഴുക്കുരട്ടി, പിന്നെ തൈരുണ്ട്, അച്ചാറുണ്ട്. അയ്യേ ഇതെന്തോ ഇത് എന്ത് അപ്പച്ചി അപ്പച്ചി ഒരു കാര്യം ചെയ്യും. ഈ ക്യാരറ്റ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരണ്ട എന്റെ പുറത്തോടെ ഉണ്ട്. പിന്നെ ഉപ്പും മസാലയും വേണ്ടത് എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്ത് ഇങ്ങനെ മെഴുക്കുവരട്ടി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. നീ പറയണത് വൃത്തിയുടെ റെസിപ്പി. അപ്പച്ചി പച്ചക്കറി കഴിച്ച് ഞാൻ മടുത്തൊന്ന് തന്നെ. പലപ്പോഴും ചിക്കനും മട്ടനൊക്കെ ആക്കപ്പച്ചി. എന്തോന്ന് ചിക്കനും മട്ടനും? എടി നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചോണ്ടിരിക്കുന്നു കേട്ടാ. എന്തോന്ന്? നീ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് പോണം. എന്ത് സമ്പാദിക്കണം. സമ്പാദിച്ച് കൊണ്ടുവന്ന് ഈ കുടുംബത്തിൽ തരണം. എന്നിട്ട് ഓർഡർ ഇടണം കേട്ടാ. ഓസി ഓർഡർ ഇടല്ലേ. ഡാർക്ക്. എടി നീ ഒന്ന് അരി അരി. ഹലോ, ആ പറയടി. എനിക്ക് സുഖം. നിനക്കോ? ആ എനിക്ക് എവിടെ സമയം? 24 മണിക്കൂറും ജോലി ജോലി ജോലി. പിന്നെ പറ, എന്തുണ്ട് വിശേഷം? ആരൊക്കെ വരണുണ്ട്? അയ്യോ അടിപൊളി. എപ്പത്തേക്കാണ്? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ വരും. ചേട്ടനാ? ഓക്കെ കൊണ്ടുവരാം. ശരി ശരി. ഓക്കെ ബൈ. തിന്നോണ്ടിരിക്കുകയാണ്. നിന്റെ അരിയല്ലേ ഞാൻ പറഞ്ഞു? അരിഞ്ഞല്ല ഉണ്ടോ? ഇത്ര ഞാൻ അരിഞ്ഞു. കൊള്ളാം. അരിഞ്ഞില്ല. ഇങ്ങോട്ടാണ് പോണത്. ഒരു കഷ്ടമല്ലേ തിന്നോളൂ അല്ലേ? ഓ അപ്പച്ചി ആരെ വിളിച്ചത് ഞാൻ പറയട്ടാ. അപ്പച്ചിയുടെ ക്ലാസ്മേറ്റ്. എന്തിനു വിളിച്ചെന്ന് പറയട്ടാ? റിയൂണിയൻ ഉണ്ട് നിങ്ങൾക്ക്. എടീ നിനക്കെങ്ങനെ മനസ്സിലായി? ഫോണിന്റെ വോളി ഒന്ന് കുറയ്ക്കണം. നാട്ടുകാർ മൊത്തം കേൾക്കുമല്ലോ ഇത്. ഓ അത് കേട്ടിട്ടാണ് പ്രസംഗിക്കണത്. ഞാൻ വെച്ചാൽ നീ എന്തോ ജോത്സ്യത്തിന് പഠിക്കുവാണ്. എടി ഒരു കാര്യം ചെയ്യും. നീ ഇത് അരിയോ? എന്ത്? എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പോയി പറയണം. എന്തിന്? എടി റീയൂണിയന്റെ കാര്യം പോയി പറയണമെന്ന്. ഓ അങ്ങനെ കൂടെ വിളിച്ചോണ്ട് പോകണം എനിക്ക് പോവാൻ. അങ്ങനെ വരെയൊന്നുമില്ല. എന്ത്? എനിക്കങ്ങനെയാണ് തോന്നണം. എടി എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ നല്ല കമ്പനിയാണ്. ഞാൻ വിളിച്ചാൽ വരെയൊക്കെ ചെയ്യും കേട്ടാ. നീ ഇത് അരി. അരിയണം. തിന്നോണ്ടിരിക്കല്ല്. ഇല്ല. ആ അരി അങ്ങോട്ട്. റിയൂണിയൻ എന്ന് പറഞ്ഞപ്പോ എല്ലാ പണിയും എനിക്ക് തന്നിട്ടാണ്. പാവം ഞാൻ. അല്ലെങ്കിൽ എന്റെ അടുത്തും കൂടെ ചോദിക്കണ്ട, റിയൂണിയൻ നീ വരുന്നു? എവിടെ നിന്ന്? എനിക്കും വരും റിയൂണിയൻ. ഞാൻ കാണിച്ച ഒറ്റാണത്തിന് ഞാൻ കൊണ്ടുപോകും. എണീക്കുന്നില്ലേ ചേട്ടാ? ചേട്ടാ എണീക്ക്. സമയം എത്ര? ചേട്ടാ സ്റ്റെഫി വിളിച്ചിരുന്നെ. എന്റെ കൂട്ടുകാരി സ്റ്റെഫി. കൂട്ടുകാരി സ്റ്റെഫി വിളിച്ചിരുന്നെ. എന്നോട് പതി പഠിച്ച സ്റ്റെഫിയാ? കോളേജിലുണ്ടായിരുന്ന വെളുത്ത നീണ്ട മുടിയുള്ള അവളത്തെ വിളിച്ചേ? അവള് കോളേജ് റീയൂണിയന്റെ കേസ് പറയാൻ വിളിച്ചത്. എല്ലാരും വരുന്നുണ്ട്, നീ വരണം എന്ന് പറഞ്ഞു. എന്നത്? ഈ വരുന്ന ഞായറാഴ്ച. എന്നെ പേര് അന്വേഷിച്ചില്ലേ? എന്റെ പേര് അന്വേഷിച്ചില്ലേ? ഇല്ല, അന്വേഷിച്ചില്ല. അന്വേഷിക്കാത്ത എനിക്കെങ്ങനെ അറിയാം? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. കുഴപ്പമില്ല, ഞായറാഴ്ച കാണട്ടെ. 2 കൊടുക്കാം. ആര് കാണാൻ പോണ്? നമ്മളെവിടെ പോണില്ല. നീ പോണില്ലേ? റീയൂണിയന് ഞാൻ പോണുണ്ട്. ചേട്ടൻ മറ്റേ ശ്രീദേവി മാമിയുടെ മോന്റെ കല്യാണം ഉണ്ട്. മാമി? ശ്രീദേവി മാമിയുടെ. ചേട്ടല്ലേ പോവേണ്ടത്. മാമി പ്രത്യേകം വിളിച്ച്. മാമി ഞാൻ ചേട്ടൻ പോണം. അതിന് ഞാൻ പോവും. നോക്ക്, ചേട്ടനും മാമനും കൂടെ കല്യാണത്തിന് പോണം. ഞാനും പിങ്കിയും കൂടെ റീയൂണിയന് പോകും. അത് വേണ്ട. ഞാനും പിങ്കിയും കൂടെ റീയൂണിയനോ? നീയും അച്ഛനും കൂടെ കല്യാണത്തിനോ? ചേട്ടനും പിങ്കിയും കൂടെ എന്റെ കോളേജ് റീയൂണിയൻ എന്ത് ചേട്ടാ പോണം? എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛനെയും പിങ്കിയും കൂടെ നമുക്ക് കല്യാണത്തിന് പറഞ്ഞോടാ. എന്നിട്ട് നമുക്ക് 2 റീയൂണിയനോ? ഏത്? ചുമ്മാ ചേട്ടാ, ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. ചേട്ടാ കല്യാണത്തിന് പോ. എന്നാലും എന്നെ അന്വേഷിക്കാത്ത എന്തായാലും ഞായറാഴ്ച കാണുമ്പോ ചോദിക്കാം. മാമ കട്ട എടുക്കട്ടാ? എനിക്ക് വേണ്ട, ഇപ്പൊ ഞാൻ കുടിച്ചേ ഉള്ളൂ. ചായ എടുത്താലോ? വേണ്ട മക്കളെ.
ദോശ എടുക്കട്ടാ പിന്നെ? ഞാൻ കുറച്ചു മുമ്പല്ലേ കാപ്പി കുടിച്ചത്. വട വേണോ? അത് നീ ചുമ്മാ പറ, എനിക്ക് പടയൊന്നും വേണ്ട. ഞാൻ തുടച്ചു തരണോ? വേണ്ട, ഞാൻ തുടച്ചോളാം. ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ? മക്കള് ഒന്നും ചെയ്യണ്ട, ചുമ്മാ അവിടെ ഇരുന്നാ. എന്തിനു മക്കളാ? അതില്ലേ മാമ, അടുത്ത ഞായറാഴ്ചയല്ലേ ശ്രീദേവി മാമിയുടെ മോന്റെ കല്യാണം. ഓ ഓള് തന്നെ അടുത്ത ഞായറാഴ്ച. ആ, അതിന് മാമനും രാമേട്ടനും കൂടെ മസ്റ്റായിട്ടും പോണം കേട്ടോ. അപ്പൊ നീ വരണില്ലേ? എനിക്ക് വരാൻ പറ്റൂല, അതെന്ത്? റീയൂണിയൻ ഉണ്ട്. അപ്പൊ രാമൻ വരണ്ടേ എന്റെ കൂടെ? എന്തിന്? വേണ്ടേ? കല്യാണമല്ലേ മുഖ്യം, റീയൂണിയൻ ആണോ? റീയൂണിയൻ ഞാൻ പിങ്കയെ കൂട്ടി പൊക്കോളാം. അല്ല, രാമൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാമൻ വന്നാലും വന്നില്ല ഞാൻ പോവും. പക്ഷെ അങ്ങനല്ല മാമ, മാമ നിർബന്ധിക്കണം. എന്തിന്? മാമ ഒന്ന് ആലോചിച്ച് നോക്ക്. മാമിക്കാണെങ്കിൽ രാമേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പൊ ചേട്ടൻ പോയില്ലെങ്കിൽ മാമിക്ക് വിഷമാവൂലേ? അത് ശരിയാണ്. അല്ലേ? അതല്ല. അപ്പൊ എന്തായാലും ഞാൻ അവനെ വിളിച്ചോണ്ട് പോവാൻ നോക്കാം. അങ്ങനല്ല, കൊണ്ടുപോണം. ഓ കൊണ്ടുപോവാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓ സെറ്റ് തന്നെ. ഓ ഊണെടുക്കട്ടെ, ഊണെടുക്കട്ടെ. ഞാൻ ചെന്ന് ഉണ്ടോളാം. ഓ ശരി. ഓക്കെ മാമ. ശരി. To some, it has been profoundly disappointing. Should have produced a theory which not only did not justify. തലവേദന കേസാണല്ലോ. ഞാനാ? നീയല്ലേ അടുത്ത ഞായറാഴ്ച 2 ഫംഗ്ഷൻ അടി ഒരുമിച്ച് വന്നു. അയിന് നീ കേളങ്ങോട്ട് പറങ്ങോട്ട്. ഒന്ന് നമ്മളെ ചിന്നുവിന്റെ റീയൂണിയൻ, മറ്റേത് മറ്റേ ശ്രീദേവി മാമിയുടെ മോന്റെ കല്യാണം. നീ കല്യാണത്തിന് വേണം അച്ഛന്റെ കൂടെ. 3 പൈസ കൊണ്ട് ഞാൻ പോവും, നീയും കൂടെ വരണം എന്റെ കൂടെ. ഞാനല്ലേ ഇവളാണ് പറഞ്ഞത്? അല്ലല്ല നീ. ഞാൻ വേണമെന്നില്ല, ചുമ്മാ അരിയച്ച. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ ഒരു പരിപാടി ഉണ്ടെന്ന്. അന്ന് ആ ചിന്നുന്റെ റീയൂണിയൻ ഞാൻ കൂടെ പോലെ അവള് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ചേട്ടൻ കല്യാണത്തിന് പോണം മാമന്റെ കൂടെ. അങ്ങനെ എനിക്ക് റീയൂണിയൻ വരണ്ടേ? എന്തിന് റീയൂണിയൻ പറഞ്ഞ? അവിടെ ആര് വിളിച്ചു ചേട്ടന് റീയൂണിയന്? ചേട്ടൻ അവിടെ ആർക്കെങ്കിലും അറിയാമോ? അവര് വിളിക്കാത്തൊരു സ്ഥലത്ത് ചേട്ടൻ വലിഞ്ഞേറി പറഞ്ഞ എന്തിന്? അതിനെക്കാളും വിളിച്ച കല്യാണത്തിനല്ലേ ചേട്ടൻ പോകേണ്ടത്? കല്യാണത്തിന് ഞാൻ പോയിട്ട് എന്തിനീ? അയ്യോ, അപ്പച്ചി മറന്നുപോയാ? ഭർത്താവിനെ കൊണ്ട് പറഞ്ഞോന്നല്ലേ അവര് പറഞ്ഞേ? ആര് പറഞ്ഞു? ഫ്രണ്ട്സ്. എപ്പോ പറഞ്ഞു? നേരത്തെ വിളിച്ചപ്പോ. പിങ്കി, നീ എന്തോടി പറയണത്? ഇടി എന്റെ കൂടെ റീയൂണിയൻ പറഞ്ഞ നീയാണ്. ഞാനാ? പിന്നെ ബൊഫേ ഒക്കെ ആര് തിന്ന് തീർക്കും? ചിക്കൻ, മട്ടൺ, ബീഫ്, ഡെസേർട്സ്. പിന്നെ ഇവള് പിന്നെ ബാംഗ്ലൂർ കോളേജിൽ പഠിച്ചത്. ഇവളെ കോളേജിലൊക്കെ എത്ര പൈസ ഒന്നും ഇല്ല, ചുമ്മാ ചിക്കൻ ഒന്നും ഇല്ല. അയ്യോ, ചേട്ടൻ എന്താ പറയാ എന്റെ കോളേജിനെ പറ്റി? നീ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ശ്രീദേവി മാമിയുടെ കല്യാണത്തിന് പോവില്ല. ഞാൻ എന്തായാലും പോകും. നീ എന്തിനാ കൊച്ചു പിള്ളേരെ പോലെ പിടിവാശി കാണിക്കുന്നത്? പോത്തോലെ പറഞ്ഞില്ലടാ, കല്യാണത്തിന് വന്നേ പറ്റൂ. പറഞ്ഞില്ല ചിന്നു കുഞ്ഞു മാമൻ പറയണ കൂടെ കേട്ടാണ് ചേട്ടാ. റെഡ് ഗൗൺ നിന്റെ? ഉണ്ടെന്ന് തോന്നുന്നു. നീ എന്തൊക്കെ പറയാ? ഞാൻ കല്യാണത്തിന് പോകൂലേ? ശബ്ദം താത്തു പറ. നീ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നിന്റെ ചന്തയിൽ ഞാൻ തത്വം പഠിപ്പിച്ചു വയ്ക്കും. എന്തൊരു കല്യാണത്തിന് ഉപദ്രവിക്കൂ?